നമസ്കാരം. ഭർത്താവിന്റെ സുഹൃത്തുക്കൾക്കെതിരെ വ്യാജ ബലാത്സംഗ പരാതി ഉന്നയിച്ച യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് വിചിത്രമായ സംഭവം നടന്നത്. ഭർത്താവിന്റെ സുഹൃത്തുക്കൾ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും സ്വകാര്യ ഭാഗങ്ങളിൽ കുപ്പി തിരികെ കയറ്റിയെന്നുമായിരുന്നു പരാതി. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്ന് വ്യക്തമായതോടെ യുവതി പിടിയിലായി. യുവതി നൽകിയ മറ്റൊരു പരാതിയിൽ ഇവരുടെ ഭർത്താവ് ഇപ്പോൾ ജയിലിലാണ്. യുവതി നിരവധി തവണ ഇത്തരത്തിൽ പീഡന പരാതികൾ നൽകുകയും പിന്നീട് മൊഴിമാറ്റി പറയുകയും ചെയ്തിട്ടുള്ളതായി അധികൃതരെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുവതി 3 തവണ പരാതികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പരാതികളിലെല്ലാം നിരവധി തവണ മൊഴികൾ മാറ്റുകയും താൻ നൽകിയ പരാതികൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് അപേക്ഷകർ സമർപ്പിക്കുകയും ചെയ്തുവെന്ന് അധികൃതർ പറയുന്നു. നിലവിലെ ഭർത്താവുമായി വിവാഹത്തിന് മുൻപ് ലിവ് ഇൻ റിലേഷൻഷിപ്പിലായിരുന്നു യുവതി. കഴിഞ്ഞ വർഷം ജൂണിൽ ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് യുവതി ആരോപണം ഉന്നയിച്ചിരുന്നു. താൻ ഗർഭിണിയായിരുന്നുവെന്നും ലൈംഗിക അതിക്രമണത്തിനിരയായതിനാലും യുവാവ് തന്റെ വയറ്റിൽ ചവിട്ടിയതിനാലുമാണ് കുട്ടി മരിച്ചതെന്നും യുവതി ആരോപിച്ചിരുന്നു. എന്നാൽ ജുഡീഷ്യൽ രജിസ്ട്രേഷന് മുന്നിൽ യുവതി മൊഴിമാറ്റി പറഞ്ഞു. ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളതാണെന്നും ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാലാണ് ഗർഭം അലസാൻ കാരണമെന്നും യുവതി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി. ഓഗസ്റ്റിൽ യുവതി വീണ്ടും പോലീസിനെ സമീപിച്ചു. ഭർത്താവിന്റെ സഹോദരി ഭർത്താവും സുഹൃത്തുക്കളിൽ ഒരാളും ചേർന്ന് മൊഴി മാറ്റി പറഞ്ഞില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാലാണ് പരാതിയിലെ ആരോപണങ്ങൾ നിഷേധിച്ചതെന്ന് യുവതി പരാതിപ്പെട്ടു. എന്നാൽ അതേസമയം തന്നെ ഇരുവരും വിവാഹിതരായെന്നും മുൻ പരാതിയിൽ നടപടി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് യുവതി പിന്നെയും പോലീസിനെ സമീപിച്ചു. 4 മാസത്തിന് ശേഷം ജനുവരിയിൽ യുവതി വീണ്ടും പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി. യുവാവും അമ്മയും ചേർന്ന് അപൂർണമായിട്ടാണ് വിവാഹം നടത്തിയതെന്നും വിവാഹത്തിന്റെ പേരിൽ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നുമായിരുന്നു പരാതി. യുവാവ് മർദ്ദിക്കുകയും ശരീരത്തിൽ മദ്യമൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചെന്നും ഭർത്താവും 2 സുഹൃത്തുക്കളും ചേർന്ന് തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും യുവതി ആരോപിച്ചു. അന്വേഷണത്തിൽ ബലാത്സംഗ ആരോപണങ്ങൾ വ്യാജമാണെന്ന് തെളിഞ്ഞു. മെഡിക്കൽ റിപ്പോർട്ടിൽ പൊള്ളലേറ്റതിന്റെ തെളിവുകൾ ലഭിച്ചതിനാൽ യുവാവിനെ ഫെബ്രുവരി 17-ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ ഇപ്പോൾ ജയിലിലാണ്. ചൊവ്വാഴ്ച വീണ്ടും പരാതിയുമായി യുവതി പോലീസിനെ സമീപിക്കുകയായിരുന്നു. മാർക്കറ്റിലേക്ക് പോകും വഴി ഭർത്താവിന്റെ 3 സുഹൃത്തുക്കൾ തന്നെ തട്ടിക്കൊണ്ട് പോവുകയും മയക്കാനുള്ള മരുന്ന് കുത്തിവെച്ച് തന്നെ മാറി മാറി ബലാത്സംഗം ചെയ്തുവെന്നുമായിരുന്നു പരാതി. കഴുത്തിൽ രാസവസ്തു പുരട്ടിയെന്നും സ്വകാര്യ ഭാഗങ്ങളിൽ കുപ്പി തിരികെ കയറ്റിയെന്നും പരാതിയിലുണ്ട്. പീഡനശേഷം മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞതായും യുവതി ആരോപിച്ചു. തിങ്കളാഴ്ചയാണ് സംഭവം നടന്നതെന്ന യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. രാത്രി 8:30-ന് വീട്ടിൽ നിന്നിറങ്ങിയ യുവതി ഒരു കാറിൽ കയറുന്നതും രാത്രി 10:19-ന് വീട്ടിന് സമീപം വന്ന് ഇറങ്ങുന്നതും വീട്ടിലേക്ക് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ നടന്നു നീങ്ങുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. കുറ്റാരോപിതരായ യുവാക്കളുടെ കോൾ റെക്കോർഡുകളും ലൊക്കേഷൻ വിവരങ്ങളും പോലീസ് പരിശോധിക്കുകയും ഇവർ കുറ്റകൃത്യം നടന്ന സ്ഥലത്തുണ്ടായിട്ടില്ല എന്നും ബോധ്യമാവുകയും ചെയ്തു. മെഡിക്കൽ പരിശോധനയിൽ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തിയതായും യുവതിയെ അറസ്റ്റ് ചെയ്തതായും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രാജേഷ് കുമാർ സിംഗ് പറഞ്ഞു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.